മനുഷ്യരുടെ സ്വഭാവം രൂപപ്പെടുന്നതിന് അവൻ വളർന്നു വരുന്ന സാഹചര്യത്തിന് നല്ലൊരു പങ്കുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നായയുടെ കാര്യത്തിലും. ജീൻസിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിലും അത് ഭയങ്കര നെഗ്ലിജിബിൾ ആണ്. എ ഡോഗ് ഇസ് മോർ ദാൻ ഇറ്റ്സ് ബ്രീഡ് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അതായത് ഒരു നായ അത് ഏത് ബ്രീഡിലാണ് വെച്ചാലും അതിനെ എങ്ങനെ വളർത്തുന്നു എന്നതിന് അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് ഡിസൈഡ് ചെയ്യാൻ വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട്. ഈ കാര്യം വരച്ച് കാണിക്കുന്ന ഒരു നോവൽ ബേസ്ഡ് സിനിമയാണ് ദ കോൾ ഓഫ് ദ വൈൽഡ്. ജാക്ക് ലണ്ടൻ 1903 എഴുതിയിട്ടുള്ള ഈ നോവൽ സിനിമയായത് 2020 കോവിഡൊക്കെ ആയത് കാരണം ഈ സിനിമ അധികം കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കാണാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ക്രിസ് സാൻഡേഴ്സിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആയിരുന്നു ഈ സിനിമ. ഹാരിസൺ ഫോർഡും ഒമർ സ്റ്റൈയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിൽ പക്ഷെ ഹീറോ ബക്ക് എന്ന് പറയുന്നുള്ള ഒരു നായയാണ്. സോ നമുക്ക് ഇന്ന് ഈ മൂവി ഒന്ന് റീവിസിറ്റ് ചെയ്യാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് ബക്കിൻ്റെ കഥയാണ്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ വന്നു പോവുകയാണ് ചെയ്യണത്. കാലിഫോർണിയയിൽ സുഖസുന്ദരമായി ജീവിച്ചിരുന്ന ബക്കിനെ അവിടെ ഒരാൾ മോഷ്ടിച്ച് ഡോഗ് ട്രേഡേഴ്സിനെ വിൽക്കുന്നു. ആ സമയത്ത് ഈ ക്ലോണ്ടിക്കെ ഗോൾഡ് റഷ് നടക്കുന്ന സമയമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്ന് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എന്തായാലും ഈ ഡോഗ് ട്രേഡേഴ്സ് ബക്കിനെ കൊണ്ടുവന്നത് മഞ്ഞും തണുപ്പുമുള്ള അലാസ്കയുടെ ഭാഗങ്ങളിലേക്കാണ്. ഈ ക്ലോണ്ടിക്കെ ഗോൾഡ് റഷ് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് ക്ലോണ്ടിക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്ത് ഗോൾഡിൻ്റെ പ്രസൻസ് കണ്ടുകൂടിയിട്ട് ഒരുപാട് പേര് ഈ സ്ഥലത്തേക്ക് ഗോൾഡിനായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുവരെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ആ സ്ഥലത്ത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സർവീസസിനെയും പിന്നെ സ്ലെഡ് വലിക്കുന്നതിന് ഡോഗ്സിനെയും ഒക്കെ ആവശ്യം കൂടി വന്നു. അതുകൊണ്ടാണ് ഈ ഡോഗ് ട്രേഡേഴ്സ് ബക്കിനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാന കാരണം. ആദ്യം ബക്കിനെ കിട്ടിയത് മെയിൽ ഡെലിവറി ചെയ്യാനുള്ള ഒരു ജോലിയാണ്. സോ ഇവരുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് നായകളുണ്ട്. ഇവരെ സ്ലെഡ് വലിച്ചുകൊണ്ടാണ് ഈ മെയിൽ ഡെലിവറി ചെയ്യുന്നത്. ഇങ്ങനെ സ്ലെഡ് വലിക്കുന്നതിൽ ലീഡ് ഡോഗ്, അതായത് ഇവർ ദിശ നിശ്ചയിക്കുന്ന നായ സ്പിറ്റ്സ് എന്ന് പറയുന്ന ഒരു സൈബേറിയൻ ഹസ്കിയാണ്. പെറോൾ ഫ്രാങ്കോയ്സ്, ഇങ്ങനെ 2 പേരാണ് ഇപ്പോൾ ബക്കിൻ്റെ യജമാനന്മാർ. അതുകൊണ്ട് തന്നെ അവർ ബക്കിനെ കൂടുതലായി ശ്രദ്ധിക്കുന്നതും ബക്ക് അവരെ സഹായിക്കുന്ന ഒന്നും ഈ സ്പിറ്റ്സിന് ഇഷ്ടപ്പെടുന്നില്ല. അതോടുകൂടിയിട്ട് സ്പിറ്റ്സിന് ബക്കിനോട് ഒരു ദേഷ്യം അല്ലെങ്കിൽ എഗ്രഷൻ ഒക്കെ വരികയാണ്. സോ ഇങ്ങനെ ഓരോ പ്രാവശ്യം എഗ്രഷൻ വരുന്ന സമയത്ത് ബക്കിനെ ലീഡ് ചെയ്യുന്നത് ഒരു വൂൾഫാണ്. ആ വൂൾഫ് ശരിക്കുള്ളതാണോ എന്നെനിക്ക് മനസ്സിലായില്ലേ സത്യം പറയാച്ചാൽ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ബക്കിൻ്റെ ഉള്ളിലുള്ള ആ വൈൽഡ്നെസ് ആണ്. ആക്ച്വലി ഇതാണ് കോൾ ഓഫ് വൈൽഡ്. ഓരോ പ്രാവശ്യം മിസ്ട്രീറ്റഡ് ആവുമ്പോൾ ബാക്ക് ടു ദ റൂട്ട്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാതിരിയാണ് എനിക്ക് തോന്നിയത്. ബക്ക് പക്ഷേ സ്പിറ്റ്സിനെ ഓവർ പവർ ചെയ്യും. മാത്രമല്ല അത് സഹിക്കാൻ വയ്യാണ്ട് സ്പിറ്റ്സ് കാട്ടിലേക്ക് ഓടിപ്പോവും. ഒടുക്കം ബക്ക് ആ സ്ലെഡിൻ്റെ ലീഡ് ഡോഗ് ആവും. പക്ഷേ ഈ മെയിൽ സർവീസ് ടെലിഗ്രാഫ് വന്ന് റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. അതോടുകൂടിയിട്ട് ഇപ്പോഴത്തെ ബക്കിൻ്റെ ഓണേഴ്സിന് ബക്കിനെയും പിന്നെ ആ ഗ്രൂപ്പ് ഓഫ് ഡോഗ്സിനെയും വിൽക്കേണ്ടതായിട്ട് വരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബക്കിനെ മാത്രമല്ല ബാക്കിയുള്ള നായകളെയും വാങ്ങിക്കുന്നത് ഒരു ഗോൾഡ് ഹണ്ടർ ആയിട്ടുള്ള ഒരാളാണ്. ഹാൽ എന്നാണ് ഇയാളുടെ പേര്. പക്ഷെ ഇയാള് ഈ പാക്ക് ഓഫ് ഡോഗ്സിന് വളരെയധികം മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഭാരം വലിക്കാനും അതിനൊപ്പം തന്നെ 3 പേരേനെയും കൂടെ സ്ലെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. ഒരുപാട് ദൂരം വലിക്കുമെങ്കിലും ബക്ക് ഒടുക്കം തളർന്നു വീഴുകയാണ് ചെയ്യുന്നത്. ബക്ക് തളർന്ന് വീണോട് കൂടിയിട്ട് ഇയാൾ വന്നിട്ട് ബക്കിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഹാരിസൺ ഫോർഡ് പ്ലേ ചെയ്യുന്ന ജോൺ തോൺടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ എൻട്രി ചെയ്യുന്നത്. ആക്ച്വലി ഈ ക്യാരക്ടറിന് മുന്നേയും കാണിക്കുന്നുണ്ട്. ബക്കാണ് വെച്ചാൽ ഇയാളുടെ ഒരു മൗത്ത് ഓർഗൺ എടുത്തു കൊടുക്കുന്നൊക്കെ ആയിട്ട് ബക്കും തോൺടണും മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ തോൺടൺ ബക്കിനെ റെസ്ക്യൂ ചെയ്ത് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നൽകി രക്ഷപ്പെടുത്തുകയാണ്. ബക്കിനെ തുടർന്ന് ഭയങ്കര സ്നേഹത്തോടെയും വാത്സല്യത്തോടെയാണ് ഇയാൾ വളർത്തുന്നത്. ഇവരുടെ ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത് തന്നെ ഫിഷിങ്ങും പിന്നെ ഇങ്ങനെ ഗോൾഡ് ഹണ്ട് ചെയ്യലും അങ്ങനെയൊക്കെയാണ്. ഈ റൂട്ടീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബക്കിനെ തൊട്ടടുത്ത കാട്ടിൽ ഒരു ടിംബർ വുൾഫിനെ പരിചയപ്പെടുന്നു. സോ ഹാഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടും ഹാഫ് വൈൽഡ് ആയിട്ടാണ് ബക്ക് ഈ സമയം മൊത്തം ജീവിച്ചു പോകുന്നത്. ഒടുക്കം ഈ ഹാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗോൾഡ് ഹണ്ടർ വന്നിട്ട്
ജോൺ ടോണ്ടനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതോടുകൂടിയിട്ട് ബക്ക് ഈ ടിംബർ വുൾഫ് ഗാങ്ങിൻ്റെ ആൽഫ മെയിലായിട്ട് കംപ്ലീറ്റ്ലി വൈൽഡ് ആവുകയാണ്. സോ ഇതാണ് ദ കോൾ ഓഫ് വൈൽഡ്. നായ്ക്കളെ ഒരു ഉപകരണമായി കാണുന്ന മനുഷ്യരുടെയും അങ്ങനെയല്ലാതെ സ്നേഹവും വാത്സല്യം കൊടുത്തു വളർത്തുന്ന മനുഷ്യരുടെയും സ്വഭാവങ്ങളോട് മൃഗങ്ങൾക്കുള്ള വ്യത്യസ്ത സമീപനം വരച്ചു കാട്ടുന്ന രീതിയിലാണ് എനിക്ക് ദ കോൾ ഓഫ് വൈൽഡ് തോന്നിയത്. ഈ സിനിമ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഞാൻ തോന്നിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ ചില സീനുകളിൽ ഈ നായയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും ചില എക്സ്പ്രഷൻസും അവരോടുള്ള സ്വഭാവത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെ ഒരുപാട് ലെയേഴ്സും ക്യാരക്ടേഴ്സും ഒക്കെയുള്ള ഈ പടത്തിൽ ബക്ക് പക്ഷേ ഒരു CGI കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജ് ആയത് എനിക്ക് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ചിലപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് പോലും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് അവർ പോയത്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ് ദ കോൾ ഓഫ് ദ വൈൽഡ്. മാത്രമല്ല ചില മൊമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഡീപ്പും മീനിങ് ഫുള്ളുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയെ അടുത്ത ആഴ്ച കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.